ഞാൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒന്നും ഞാൻ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ ഈ സംസ്ഥാനത്തിന് അപമാനകരമായിരുന്നു എന്ന് പറയിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല. ആ ഫാത്തിമ തഹലിയൊക്കെ പിന്നെ പുതിയ തലമുറയുടെ പ്രതിനിധിയാണ്. മാത്രമല്ല അവർ കോഴിക്കോട് സൗത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറ്റിച്ചിറ ഡിവിഷൻ്റെ പ്രതിനിധി കൂടിയാണ്. അപ്പോൾ അവർക്കും ഇവിടെ കുറേ കാര്യങ്ങൾ ഇവിടെയും ചെയ്യാനുണ്ടാവും. പ്രചാരണ രംഗത്തൊക്കെ സജീവമായിട്ടുണ്ടാവും. എന്നാൽ കഴിയുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്കൊക്കെ ഞാൻ പോകും. പാർട്ടിയെ ജയിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല UDFൻ്റെ ഭാഗം തന്നെയാണല്ലോ ഞാൻ. അപ്പോൾ UDF ടീമിൻ്റെ ഭാഗമാണ് ഞാൻ. അപ്പം ഞങ്ങളുടെ 100 എന്ന് പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാനും പരിശ്രമത്തിൽ കൂടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ സമയം എല്ലാ സ്ഥലത്തും പോകാനുള്ള ഒരു സമയം, അല്ലെങ്കിൽ എവിടെയെങ്കിലും തളച്ചിടപ്പെടുമായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ മണ്ഡലങ്ങളിലും പോകാനുള്ള ഒരു സാവകാശം കൂടി കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഞാൻ തീരുമാനിക്കേണ്ടല്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് തീരുമാനിക്കാൻ പറ്റും. എൻ്റെ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് ഞാൻ ഈ പാർട്ടിയുടെ അംഗമായി അവസാന ശ്വാസം വരെ ഉണ്ടാവും എന്ന തീരുമാനം എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അത് ആർക്കും ഇടപെടേണ്ട, ഒരു സൈബർ ഇടത്തിനും ഇല്ലാതാക്കാൻ പറ്റുന്നതല്ല. ഞാൻ ഈ പാർട്ടിയിൽ എന്നോട് വിശ്രമിക്കാനാണ് സൈബർ ഇടത്തിൽ ചിലർ പറഞ്ഞത്. വിശ്രമം എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ ജീവിതത്തിലല്ല, എൻ്റെ മുൻ തലമുറയിലെ പിന്നെ എൻ്റെ പിതാവിന് പോലും ഉണ്ടായിട്ടില്ല വിശ്രമം. അദ്ദേഹവും അടർക്കളത്തിൽ എന്ന് പറയുന്ന ഈ പാർട്ടിയുടെ തിരുമുറ്റത്താണ് അദ്ദേഹം പ്രവർത്തന നിരതരായിരിക്കുമ്പം മരണപ്പെടുന്നത്. അതുപോലെ എൻ്റെ അവസാന ശ്വാസം വരെ പാർട്ടി പ്രവർത്തകനായി ഞാനുണ്ടാകും. അതെൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അല്ല, വിഷമമൊന്നുമില്ല. ഇതൊക്കെ സാധാരണ വരുന്ന കാര്യങ്ങളല്ലേ. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർ വിഷമിച്ചിരിക്കണ്ടേ. ഇപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടനെ സൈബറിടം വെറുതെ വിട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത് നമ്മളെക്കാൾ ഈ സമൂഹത്തിന് വേണ്ടി സംഭാവന ചെയ്തവരെ സൈബറിടം വെറുതെ വിട്ടിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ അതിലൊരു ശിശുവല്ലേ. പുതിയ ആളുകൾക്ക് അവസരം ലഭിക്കട്ടെ എന്ന് പറഞ്ഞു. എല്ലാവരും അങ്ങനെ തന്നെ എടുക്കുള്ളൂ. അല്ല, അത് അങ്ങനെയല്ല. അത് നോക്കുമ്പോൾ ഞാൻ കൂടുതൽ സമയം ഞാനാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റവരൊക്കെ പിന്നീട് വന്നിട്ടുള്ള അവർക്കൊക്കെ ഇനിയും സമയമുണ്ട്, സന്ദർഭമുണ്ട്. ഇനിയും പാർലമെൻ്ററി രംഗം എന്ന് പറയുന്നത് എല്ലാവർക്കും കയറി എല്ലാ സമയത്തും നിൽക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അത് ചില സമയത്ത്, ഇപ്പോൾ കഴിഞ്ഞ തവണ നിന്നതിൽ എത്ര പേര് മാറിയിട്ടുണ്ട്. പുതിയ ആളുകൾ വന്നപ്പോൾ അതിൻ്റെ മുമ്പുള്ളതിലെ കുറേ ആളുകൾ മാറിയില്ലേ. അങ്ങനെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര ആളുകൾ മാറിയാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നാലകത്ത് സൂപ്പി, PKK ബാവ, CT അഹമ്മദ് അലി, ഇവരെല്ലാം നിയമസഭയിലുണ്ടായിരുന്ന ആളുകളല്ലേ. അപ്പോൾ ഒരു ഘട്ടം വരുമ്പം അവരെല്ലാം മാറുകയും പുതിയ ആളുകൾ വരികയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു നവീകരണ പ്രക്രിയ പാർട്ടിക്കകത്ത് സാധ്യമാവുകയുള്ളൂ. എങ്ങനെ? അല്ല, നമുക്ക് ചില ആളുകളെ പിന്നെ ഇതിനെ നയിക്കാം. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. അദ്ദേഹം പാർട്ടിയെ നയിക്കേണ്ടത്, ഇതിനകത്തൊരാൾ നയിക്കാൻ വേണം. അതെന്നും അദ്ദേഹമാണ് കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ വിവിധ കാര്യങ്ങൾ ഇടപെടുകയും അതുപോലെ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നതിന് വേണ്ടിയുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം എനിക്കുണ്ടാവില്ല. കൊടുവള്ളി സീറ്റ് തിരിച്ചു പിടിക്കാൻ മുനീർ സാഹിബിനെ നേരത്തെ ഇറക്കുന്നു. ഒപ്പം സൗത്തിൽ പോയി ഇരിക്കുന്ന സാഹചര്യത്തിൽ സൗത്ത് തിരിച്ചു പിടിക്കാൻ മുനീർ സാഹിബിനെ ഇറക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. സീറ്റ് പ്രതീക്ഷിച്ചിരുന്നോ സൗത്തിൽ? ഇല്ല, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. സൗത്ത് എന്ന് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും ഞാൻ നിങ്ങൾ എൻ്റെ പത്ര കട്ടിങ് എടുത്ത് നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് ചാനലുകൾ എടുത്ത് നോക്കിയാൽ കാണാം. എപ്പോഴെങ്കിലും ഞാൻ സൗത്തിൽ ഞാൻ മത്സരിക്കുമെന്നോ സൗത്തിന് വേണ്ടി നോട്ടിട്ടിട്ടുണ്ടോ എന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരു സീറ്റിനെ കുറിച്ചും ഞാൻ സംസാരിച്ചിട്ടില്ല. മുമ്പ് സൗത്തിലൊക്കെ നിന്നിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഒരു മുൻവിധിയോടുകൂടിയും ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. അത്
അത് ഞങ്ങൾ പാരമ്പര്യത്തിൽ പെടുന്നതല്ല. ഒരു തിരഞ്ഞെടുപ്പിലും, എല്ലാ തിരഞ്ഞെടുപ്പിലും എൻ്റെ പേര് പ്രഖ്യാപിച്ച ശേഷം മാത്രമേ ഞാൻ ആ മണ്ഡലത്തിലേക്ക് ഇറങ്ങാറുള്ളൂ. കാരണം നമ്മൾ മുൻകൂട്ടി പോയിട്ട് പോസ്റ്റർ ഒട്ടിക്കുകയും മുൻകൂട്ടി തന്നെ ഇതെൻ്റെ സീറ്റാന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം ഞങ്ങളുടെ പാർട്ടിയിലില്ല. താങ്ക് യു. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളുണ്ട്, പക്ഷേ കോൺഗ്രസിന്റെ ഇപ്പോഴും ആയിട്ടില്ല. UDF ഇപ്പോഴും വളരെയേറെ പിന്നിലാണ്. CPM ഞങ്ങള് മറ്റു ആളുകളൊക്കെ പ്രചാരണത്തിന്റെ 1-2 ദിവസങ്ങൾ പിന്നിടുമ്പോഴും UDF ഇപ്പോഴും അങ്കലാപ്പിലാണ്. എന്താണ് ഈ ഞങ്ങൾ പ്രഖ്യാപനം വൈകുന്നത്? അത് സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ കുറച്ച് പിന്നിലാണെങ്കിലും ഞങ്ങളത് ഒരു നിമിഷം കൊണ്ട് എല്ലാവരെയും മുന്നിലെത്തിക്കും. ഇപ്പോൾ മുന്നിൽ പ്രഖ്യാപിച്ച ആളുകളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല. ഇപ്പോൾ ഇടതുപക്ഷം മുന്നേ തന്നെ പ്രഖ്യാപിച്ചതുകൊണ്ട് എന്താ കാര്യം? ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഐക്യജനാധിപത്യ മുന്നണിയിൽ കോൺഗ്രസിനെ കാത്തു നിൽക്കാതെ RSP ദേഷ്യം പിടിച്ചിട്ട് അവരുടെ സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ചു. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തിൽ ആദ്യം പ്രഖ്യാപിച്ചത് CPI അല്ലേ? അത് മാർക്സിസ്റ്റ് പാർട്ടിയെ കാത്തു നിന്നിട്ടില്ലല്ലോ. അത് ചില കാര്യം പറയുമ്പോൾ അവരവരുടെയും കൂടി ഒന്ന് നോക്കിയിട്ട് പറയണം. ഈ MP-മാർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം വൈകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. K. സുധാകരൻ മത്സരിക്കുമെന്ന് തുടർച്ചയായിട്ട് പറയുന്നു, മാധ്യമങ്ങളോടൊക്കെ അത് പറയുന്നു. പക്ഷേ അത്തരത്തിലൊരു തീരുമാനം ഇത്തവണ കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ MP-മാർ മത്സരിക്കുന്നതിനോട് എങ്ങനെയാണ് താങ്കൾ? അതൊന്നും ഞാൻ അഭിപ്രായം പറയേണ്ട ഒരു കാര്യമില്ല. ഘടകകക്ഷിയാണല്ലോ. അല്ല, ഘടകകക്ഷിയുടെ കാര്യത്തിൽ നമ്മൾ കയറിയാൽ ഞങ്ങൾ സ്ഥാനാർത്ഥികൾ ഇന്ന അതായിരിക്കണം, MP-യെ നിർത്താൻ പാടില്ല എന്ന് കോൺഗ്രസ് പറയില്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാത്തതുപോലെ അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഞങ്ങൾ ഒരിക്കലും ഇടപെടില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ചില സമയം MP നിന്നിട്ടുണ്ട്, ചില സമയം നിയമസഭയിൽ നിന്നവർ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. അന്ന് ഷാഫി മത്സരിക്കുമ്പോൾ ഷാഫി MLA ആണ്, പാർലമെൻറ്റിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ MLA ആയ പലരും പാർലമെൻറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിൽ മത്സരിച്ചവർ പലരും നിയമസഭയിൽ മത്സരിച്ചിട്ടുണ്ട്. അതൊക്കെ അതിലുള്ളതാണ്. പക്ഷേ ഈ തവണ എന്തായിരിക്കണം തീരുമാനം എന്നുള്ളത് അവരുടെ AICC എടുക്കേണ്ട തീരുമാനം. അത് ഞാനിവിടെ നടക്കാവിലിരുന്നുകൊണ്ട് എടുക്കാൻ എനിക്ക് പറ്റുന്ന കാര്യമില്ല. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ സൈബർ ഇടങ്ങളിൽ മുനീർ സാഹിബിനെ കേന്ദ്രീകരിച്ച് മാത്രം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇതുവരെ ഇല്ലാത്ത തരത്തിൽ, കാരണം മുനീർ സാഹിബിനാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കമന്റുകൾ വന്നവരാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് അടുത്ത സമയത്ത് മുനീർ സാഹിബിനെതിരെ വളരെ മോശമായ കമന്റുകൾ വരുന്ന സാഹചര്യമുണ്ടായി. അത് പാർട്ടിയിലുള്ള ആളുകൾ പോലും നമ്മളോട് പറഞ്ഞത് ചില ആളുകളാണ് എന്നുള്ളത്. അതിനെക്കുറിച്ചും ഞങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ആരാണിത് ചെയ്യുന്നതെന്ന് അതാ ഞാൻ പറഞ്ഞത്, അവർക്ക് മുഖമില്ലല്ലോ. അപ്പോൾ ആരാണത് ചെയ്യുന്നത് ഇനി പിന്നെ അതിൻ്റെ പിന്നാലെ പോയി പിന്നെ സൈബർ സെല്ലിൽ കൊടുത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതിന് സമയം മെനക്കെടുത്താനില്ലല്ലോ നമുക്ക് ആ സമയം വളരെ ക്രിയേറ്റീവായിട്ട് ഒരു 5-10 കാര്യം വേറെ ചെയ്യാൻ പറ്റും. ഒരു പുസ്തകം വായിക്കെങ്കിലും ചെയ്യാമല്ലോ ആ സമയത്ത്.